പൂനെയിലെ വ്യവസായി കേതൻ അഗർവാളിന്റെ കൊലപാതക കേസിൽ സിയ ഗോയലിനെതിരെ വെളിപ്പെടുത്തലുമായി കാമുകൻ ചേതൻ ചൗധരി രംഗത്ത് വന്നിരുന്നു. കേതനുമായുള്ള വിവാഹ നിശ്ചയം റദ്ദാക്കി തന്നോടൊപ്പം വരാൻ സിയ തയ്യാറായിരുന്നില്ലെന്ന് ചേതൻ പോലീസിന് മൊഴി നൽകി. ഒളിച്ചോടിയാൽ സ്വന്തം കുടുംബത്തിന് നാണക്കേടാകുമെന്ന സിയയുടെ ഭയമാണ് കേതന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ചോദ്യം ചെയ്യലിൽ ചേതൻ സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം കേതനെ കൊലപ്പെടുത്തിയ ശേഷം ഇതൊരു അപകടമാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിയായ സിയ ഗോയൽ സോഷ്യൽ മീഡിയയിലിട്ട ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്റെ ജന്മദിനത്തിൽ തന്നെ അവൻ എന്നെ തനിച്ചാക്കിപ്പോയി എന്നായിരുന്നു കേതന്റെ മരണത്തിന് ശേഷം സിയ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. തുടക്കത്തിൽ ഒരു ട്രക്കിംഗ് അപകടമെന്ന് കരുതിയിരുന്ന ഈ സംഭവം പൂനെ റൂറൽ പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സിയ ഗോയലും അവളുടെ കാമുകനായ ചേതൻ ചൗധരിയും ചേർന്നാണ് കേതൻ അഗർവാളിനെ കോട്ടയിൽ വെച്ച് 400 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് തള്ളിയിട്ടത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒന്നും അറിയാത്ത പോലെ അവൾ പെരുമാറി. ആ പ്രതിശ്രുത വരനെ കൊക്കയിലേക്ക് തള്ളിയിട്ട ശേഷം വെറും ഒരു അപകട മരണമെന്ന് വരുത്തി തീർക്കാൻ സിയ കാണിച്ചത് കൊടും ക്രൂരതയായിരുന്നു. കുറ്റബോധത്തിന്റെ ഒരു കണിക പോലുമില്ലാതെയാണ് സിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത്. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ മരണശേഷവും സിയയുടെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലായിരുന്നു. തന്റെ പ്രതിശ്രുത വരൻ മരിച്ചതിലുള്ള യാതൊരു സങ്കടവും ആ മുഖത്ത് കാണാൻ സാധിച്ചിരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ഒരു സംശയമുണ്ടായത്. ആ സംശയം പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായി വിശാൽ അഗർവാളിന്റെ മകനും കമ്പനി ഡയറക്ടറുമായിരുന്നു കൊല്ലപ്പെട്ട കേതൻ. കേതനും സിയയും തമ്മിലുള്ള വിവാഹം ഈ വർഷം നവംബറിൽ നടക്കാനിരിക്കെയായിരുന്നു. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ 17 കോടി രൂപ വിലമതിക്കുന്ന കൊട്ടാരവും അതിഥികൾക്കായി 2 സ്വകാര്യ വിമാനങ്ങളും വരെ വിവാഹത്തിനായി കുടുംബങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ സിയയ്ക്ക് ചേതൻ ചൗധരി എന്ന യുവാവുമായി പ്രണയബന്ധമുണ്ടായി. ഈ വിവാഹത്തിന് അവൾ താല്പര്യപ്പെട്ടില്ല. കേതനെ വഴിയിൽ നിന്ന് ഒഴിവാക്കാൻ സിയയും കാമുകനും ചേർന്ന് പിന്നീടൊരു ചതിക്കുഴി ഒരുക്കി. സിയയുടെ ജന്മദിനം ആഘോഷിക്കാനെന്ന വ്യാജേനെ അവർ കേതനെ ലോഹഗഡ് കോട്ടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് അവിടെ എത്തിയ കാമുകൻ ചേതനൊപ്പം ചേർന്ന് കേതനെ കൊക്കയിലേക്ക് തള്ളിയിടുകയായിരുന്നു. ശക്തമായ കാറ്റിൽ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കേതൻ കാൽ തെറ്റി വീണു എന്നായിരുന്നു സിയ ആദ്യം പോലീസിനോടും വീട്ടുകാരോടും പറഞ്ഞത്. എന്നാൽ കേതന്റെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ച സംശയങ്ങളും ഫോൺ രേഖകളും സിയയും ചേതനും തമ്മിൽ നടത്തിയ ആയിരക്കണക്കിന് കോളുകളും പരിശോധിച്ചതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സംഭവത്തിൽ സിയ ഗോയലിനെയും കാമുകൻ ചേതൻ ചൗധരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം എന്തുകൊണ്ടായിരുന്നു ഈ ഒരേ സ്ഥലത്തേക്കുള്ള ആവർത്തിച്ചുള്ള യാത്രകൾ? സഹോദരിയുടെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ സിയ പതറുകയായിരുന്നു. അവളുടെ മറുപടികളിലെ പരസ്പര വിരുദ്ധവും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പ്രവണതയും സഹോദരിയുടെ സംശയം ഇരട്ടിയാക്കി. ഒടുവിൽ അവൾ തന്റെ സംശയങ്ങൾ കുടുംബാംഗങ്ങളോട് തുറന്നു പറയുകയും അവർ പോലീസിനെ സമീപിച്ച് ഒരു പുനരന്വേഷണം വേണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു.